ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானாயும் ஜனத்திடக்க காலம் எடுத்து வச்சார் சொர்க்கம் போலும் மன்னர்கள் அண்ணன் தனி நாடன் கொல மல்லுமினாக்கி அண்ணன் தனி நாடன் கொல மல்லுமினாக்கி. ഹേ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയത് പുതിയൊരു ഫുഡ് സ്പോട്ടിക്കാണ്, 7 കുക്ക് റെസ്റ്റോറന്റ്. അപ്പൊ ഈ 7 കുക്ക് റെസ്റ്റോറന്റ് കോട്ടായിട്ട് ഇതാണ് ഫുഡ് യു നെവർ ഫോർഗെറ്റ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ നിങ്ങൾ മരിച്ചാൽ പോലും മണക്കില്ല, അത്രയ്ക്കധികം ടേസ്റ്റ് ആണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ളത് നമ്മുടെ ബക്കറ്റ് ബിരിയാണി ആയിരുന്നു. അതിവിടെ ഏകദേശം ക്ലോസ് ആയി. അപ്പോൾ ഇനിയുള്ളത് ഇവിടുത്തെ പൊടിച്ച കോഴി പൊറോട്ടയുടെ ഒരു കോംബോയാണ്. അപ്പൊ അത് നമുക്ക് ട്രൈ ചെയ്താലോ? ഇതാ നീ ഒന്ന് വായ വിളിച്ചിക്കണം, ഇങ്ങോട്ട് വാ. നമുക്ക് പൊടിച്ച കോഴിയും പൊറോട്ടയും കഴിക്കണ്ടേ? പൊരിച്ച കോഴി വേണ്ടെങ്കിൽ ഷവർമ വേണം. അപ്പൊ എന്തിനാ ഷവർമ കൂടി ട്രൈ ചെയ്യാം അല്ലേ? വാ. ബഡ്ജറ്റ് അമ്പാനി ഇതൊക്കെ താങ്ങോ? അതിനുണ്ട് ഈ കപ്പാസിറ്റി. എനിക്ക് തോന്നാത്ത പലതും എനിക്ക് തോന്നുന്നുണ്ട്. ചേട്ടാ, ഇവിടുത്തെ കോംബോ പൊടിച്ച കോഴി ആൻഡ് പൊറോട്ട, പിന്നെ ഇവന് ഇവിടുത്തെ എല്ലാ വെറൈറ്റി ഷവർമയും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമില്ലേ വേറെ ഡ്രിങ്ക്സ് ലാസ്റ്റ് സംഭവം ഫാസ്റ്റ് ആണല്ലോ. ഈ പൊരിച്ച കോഴിക്കൊന്നുമില്ല, എന്റെ ഷവർമ ഇവിടെ. അമ്പാനെ നീ ഒന്ന് അടങ്ങ്. നമ്മുടെ ആയത്തുള്ള പൊടിച്ച കോഴിയും പൊറോട്ടയും നമുക്കൊന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഷവർമ ട്രൈ ചെയ്യാം. സംഭവം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സാധനം ചെയ്യണം. നല്ല ചെറുനാരങ്ങയും അതുപോലെ തന്നെ നല്ല സലാഡും ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒരു പൊടിച്ച കോഴിയാണ് ഇന്ന്. പൊടിച്ച കോഴിയും വിത്ത് പൊറോട്ടയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ഷവർമ. സംഭവത്തിൽ ഒരു പീസ് ഞാൻ നേരത്തെ കഴിച്ചു, അടിപൊളിയാണ്. നല്ല രീതിയിൽ ഇതിന്റെ ഉള്ളൊക്കെ നല്ല രീതിയിലുള്ള വെന്തിട്ടാ. അങ്ങനെ പൊടിച്ച കോഴിയിൽ ഉള്ളിന് വേവ് കുറവൊന്നും ഇല്ല, നല്ല രീതിയിലുള്ള വെന്ത് ഉടഞ്ഞ പീസുകളാണ് വരുന്നത്. നല്ല രീതിയിലുള്ള സംഭവം ഉടഞ്ഞു വീഴുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടറിയാം നല്ല രീതിയിലുള്ള സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളൊക്കെ അതെ ഒന്നിങ്ങനെ പിടിക്കുമ്പോഴേക്കും വരണ കണ്ട പീസുകളൊക്കെ. ഇത്തിരി ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വേഗം ഇടണത് കയ്യിൽ നിന്ന്. അപ്പൊ ഇനി നമുക്കിത് കഴിച്ചു തുടങ്ങിയാലോ? അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസ് എടുത്തു. എന്നിട്ട് ഇതിന് മുകളിൽ ചെറുതായിട്ടൊരു ചെറുനാരങ്ങയുടെ ഒരു ഇതാക്കാം. പിന്നെ പൊറോട്ടയ്ക്ക് ഇതിൻ്റെ ഒപ്പം സെപ്പറേറ്റ് ഗ്രേവി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം ചട്നി തന്നിട്ടുണ്ട്, പിന്നെ ഗ്രേവി, പിന്നെ വിത്ത് വേറൊരു തന്നെ സലാഡ് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. കോഴിയുടെ ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. കാരണം അത്രയ്ക്കധികം കഴിക്കും. നമുക്കൊരു പീസ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് വരുന്നുണ്ട്. കാരണം പൊടിച്ച കോഴിയിൽ അങ്ങനെ മുടിയെ കരിഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാ സൈഡും ഇതേ നല്ല രീതിയിൽ മസാലയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇതില് കോഴിയുണ്ട്, നല്ല സാധനം, നല്ല രസമുണ്ട്, മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഷവർമയ്ക്കാണ് ഇനി നമ്മുടെ അടുത്ത വെയിറ്റിംഗ്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊറോട്ടയും കൂടി ഇതിന്റെ ഒപ്പം ചേർന്ന് കഴിച്ചു നോക്കിയോക്കാം. പിന്നെ ഈ പൊറോട്ടയ്ക്കുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കാരണം ഇവർ ലൈവായിട്ട് പൊറോട്ട ചെയ്ത് കൊടുക്കണമെന്നാണ്. പിന്നെ അത്യാവശ്യം ഒരു ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കി ഒരു പൊറോട്ടയുടെ സാധനം എടുക്കുമ്പോൾ തന്നെ എന്തൊരു സ്മൂത്ത് ആയിട്ട് സാധനം വീഴണം. നോക്കിയേ, ചിക്കൻ മൂടി ഇവരുടെ ഫുഡിന്റെ കോട്ട് പോലെയാണ്. നമ്മൾ മരിച്ചാൽ പോലും മറക്കില്ല ഇവരുടെ ഫുഡിന്റെ ടേസ്റ്റ്. അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നീ എന്തൊരു കുറെ നേരം ചെറുനാരങ്ങ പിടിഞ്ഞിരിക്കുന്നു. പൊറോട്ട എടുത്ത് അടിക്ക്.
നാടിൻ മകനെ പൊന്മകനെ മുണ്ടായവനെ നിന്നും സൂര്യനും ചന്ദ്രനും മുണ്ടായവനെ കാലം കത്തിൽ വച്ച രക്ഷകനെ സംഹാരകനെ നിങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്ന കുമ്പുറ്റുമില്ല ഇരുട്ടിൽ സിറ്റി പാടും ഓക്കെ ഒരു പീസ് എടുക്കുമ്പോഴും അതിന്റെ സൈഡിലല്ലാതെ ബിരിയാണി കാരണം അത്രയ്ക്കധികം വെന്തുണ്ട് സാധനം പൊടിച്ച കോഴി അങ്ങനെ ഒരു സൈഡ് പോലും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ പൊടിച്ച കോഴിയില് പൊറോട്ടയും പൊടിച്ച കോഴിയും അത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റാണ് അതിനോട് നീ എന്നെ പഠിപ്പിക്കണ്ട ഞാനില്ലേ ഒരു പൊറോട്ട കാരണം ഇത്രയ്ക്കും സോഫ്റ്റ് ആണ് പൊറോട്ട. അപ്പൊ നമ്മുടെ പൊരിച്ച കോഴിയുടെ ഏകദേശമൊക്കെ പരിപാടി കഴിഞ്ഞു. പൊരിച്ച കോഴിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അൽഫാം മന്തി അൽഫാം അങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ എല്ലായിടത്തും ഒരു വിധം ഉണ്ട്. അപ്പം അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളായിരുന്നു ഈ പൊരിച്ച കോഴി. അതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ അൽഫാം കഴിച്ചോ അതിനകരൊക്കെ ഒരു മുൻപന്തിയിലാണ് ഇവിടുത്തെ ഈ പൊരിച്ച കോഴി, ഈ 7 Cook റെസ്റ്റോറൻറ്റിലെ പൊരിച്ച കോഴി. ആ ഓക്കെ. അപ്പോൾ അതെ നമ്മുടെ ചെക്കൻ മണന്ന ഷവർമ എത്തി. റൊമാലി ഓക്കെ. അപ്പോൾ നമ്മൾ 2-3 ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷവർമ എത്തി. അപ്പോൾ പൊരിച്ച കോഴി പിന്നെ ഇവിടെ മാത്രമേ ഏകദേശം ഒരു ഷോപ്പുള്ളൂ പൊരിച്ച കോഴി കിട്ടുന്നൊരു സ്പോട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഈ പൊരിച്ച കോഴിയോടൊപ്പം നമ്മൾ സലാഡ് ഉണ്ടായിരുന്നു. അത് അതെ ഓക്കെ. അപ്പോൾ നമ്മുടെ മറ്റൊരു ഷവർമയും കൂടി ഇതിൻ്റെ ഇടയിൽ എത്തി. പോരെ നമ്മുടെ വെറൈറ്റി സെക്കൻഡ് അതൊക്കെ പോരെ ഓക്കെ. അപ്പൊ ഇവന്റെ ഷവർമകളും എത്തി. അപ്പോൾ നമ്മുടെ ഈ പൊരിച്ച കോഴി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ഷവർമയിലേക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ പൊരിച്ച കൂടെ പോകുന്ന സലാഡ് ഉണ്ടായിരുന്നു. അത് വെറൈറ്റി ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. മറ്റുള്ള സലാഡുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമുള്ള ടേസ്റ്റ് തന്നെയായിരുന്നു. ആ സലാഡിന് ഒരു അത്ര ടേസ്റ്റ് കിട്ടി എനിക്ക്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ പൊരിച്ച കൂടെ ടേസ്റ്റ് എന്തായിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഷവർമയ്ക്ക് കിടന്നല്ല, ഷവർമയ്ക്ക് കിടക്കല്ലേ? നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു പൊരിച്ച കോഴി? നല്ല സാധനമായിരുന്നു. ഉള്ളൊക്കെ വെന്ത് മുരിഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ നമുക്ക് ഷവർമ കഴിക്കല്ലേ? അപ്പോൾ ഇവൻ മണഞ്ഞമാതിരി ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഷവർമ ഓർഡർ ചെയ്തു. അതിൽ 1-2 കഴിഞ്ഞു. പൊറോട്ട ഷവർമ, റൊമാലി അല്ല കുബൂസ് ഷവർമ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എത്തിയത് അറേബ്യ പ്ലേറ്റ് ഷവർമ, റൊമാലി ഷവർമ, സമൂസ ഷവർമ. അപ്പൊ നമുക്കിനി ഓർഡർ ട്രൈ ചെയ്താലോ? ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമയന്ന്. ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷം പിറന്ന നാൾവാഴ്ത്ത്. സ്നേഹം വന്നാൽ മധുരത്തേന് തീനായി പൂവും വന്ദിച്ചാറ്. കോപം കൊണ്ടാൽ വേറാരും വേണ്ടി നില്ലെന്നാറ്. ആഹാർമാദം ആർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ആഹാർമാദം ആർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. അപ്പൊ നമ്മുടെ ഈ കഴിച്ച ഈ 3 വെറൈറ്റീസ് ഓഫ് ഷവർമയിലായാലും നിങ്ങൾക്ക് കാണാം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചിക്കൻ പീസുകളൊക്കെ വന്നിട്ട് കേട്ടോ. ചിക്കൻ പീസ്, മയോണൈസ്, പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾ സലാഡ് അതിലൂടെ മിക്സിങ് ആയിട്ടുള്ളതായിരുന്നു. പിന്നെ ഈ സമൂസ ഷവർമ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നല്ല ബണ്ണിൻ്റെ ഉള്ളിലാണ് ഈ സാധനം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നല്ല ചിക്കൻ പീസൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ അറേബ്യൻ ഷവർമ ആയിക്കോട്ടെ, ഇതിനുള്ളിൽ പൊളിച്ച നിങ്ങൾ കാണാം. നല്ല ചിക്കനാണ്, ചിക്കൻ മാത്രമുള്ള ഏകദേശം ചിക്കൻ പീസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് അറേബ്യൻ ഷവർമയിൽ മിക്സ് ചെയ്തേക്കണവര്. പിന്നെ അറേബ്യൻ പ്ലേറ്റിനൊപ്പം നല്ല മയോണൈസ് പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ നമുക്ക് തരണത്. അപ്പം എന്തായാലും ഇവിടുത്തെ കുറേ വെറൈറ്റീസ് ഓഫ് ഷവർമ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ട്രൈ ചെയ്യാൻ പറ്റി. ഇനി എന്താണ് ഷവർമയെ കുടിച്ചിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം എന്താ പറയാ, ഇപ്പൊ ചിക്കനൊക്കെ നല്ല ഫില്ലായിട്ടിട്ടുണ്ട്. സ്പൈസസ് ഒക്കെ നല്ല ഈക്വലാണ്. പിന്നെ നല്ല രസമുണ്ട് സാധനം.
നല്ല ക്വാണ്ടിറ്റി ഒക്കെ തരേണ്ടി വരും. അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു ഇല്ലാന്ന് തോന്നുന്നില്ല. ഈ അറേബ്യൻ ഷവർമയിലും നമ്മുടെ അവിടെ കൂടി പ്ലേറ്റും റോള് മാത്രം പ്ലേറ്റിനും അതന്നെ ഒരു പ്ലേറ്റും റോള് മാത്രമുള്ള നമ്മുടെ ഇവിടുത്തെ ഷവർമകൾ. അപ്പൊ ഇതിന്റെ നല്ല വെറൈറ്റീസ് ഓഫ് ഷവർമകൾ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഈ സ്പോട്ട് നിങ്ങൾ മറക്കണ്ട, ഈ സ്പോട്ട് നമ്മുടെ കൊളങ്ങാട്ടുകര, കൊളങ്ങാട്ടുകരയുടെ അവിടെയാണ് ഈ സെവൻ കുക്ക് റെസ്റ്റോറന്റ്. അപ്പൊ ഇതിന്റെ കോട്ടിന്റെ പോലെ ആയിരുന്നു. ഇവിടത്തെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ മരിക്കുന്നോളൂ, ഇവിടത്തെ രുചി നിങ്ങൾ മറക്കില്ല അല്ലേ? അതെ. അപ്പൊ ഇനി ഇവിടെ കുറെ ഫുഡുകളുണ്ട്, അതെല്ലാം നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഫിനിഷ് ചെയ്യാം അല്ലേ? അത് തീർത്തിട്ടെങ്കിൽ പോവാം. പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മന്മാദം ആർക്കും പൊന്ത. ഇവിടുത്തെ മയോണൈസ് അല്ല, എഗ്ലെസ് ആണ്. എഗ് യൂസ് ചെയ്യാണ്ടാണ് ഇവര് മയോണൈസ് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. പിന്നെ പൊറോട്ട അത് ലൈവായിട്ടാണ് ഇവർ ചെയ്യണം. നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ അവരുണ്ടാക്കുള്ളൂ, അതിന് മുമ്പ് ഉണ്ടാക്കി വയ്ക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല രീതിയിൽ പൊറോട്ട അടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നല്ല സ്മൂത്താണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഷവർമകളായാലും അധികം സ്പൈസി ഒന്നും അല്ല കേട്ടോ. ഇത് നല്ലൊരു അറേബ്യൻ ഫ്ലേവറിൽ തന്നെയാണ് ഇവർ ഷവർമകളെല്ലാം ക്രിയേറ്റ് ചെയ്യണേ. അപ്പം മൊത്തത്തിൽ ഇവിടുത്തെ ട്രൈ ചെയ്ത ഫുഡുകളൊക്കെ അടിപൊളി ആയിരുന്നില്ല? സീൻസ് നല്ല സ്പൈസസ് ഒക്കെ നല്ല ഇതായിരുന്നു, ഈക്വലായിട്ടുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫുഡുകളൊക്കെ ഒന്നിനോടും അടിപൊളി തന്നെയാണ്. എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം. ഇവിടുത്തെ പൊരിച്ച കോഴിയായാലും ഷവർമകളായാലും പിന്നെ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. സീ ഫുഡ് ഉണ്ട്, പിന്നെ ബക്കറ്റ് ബിരിയാണി. നമ്മൾ ബക്കറ്റ് ബിരിയാണിക്കാണ് വന്നത്, പക്ഷേ ഇവിടെ തീർന്നു പോയി. അപ്പം നമ്മൾ പിന്നത്തെ ഒരു വീക്കിലല്ലേ നമ്മൾ ഇവിടുത്തെ ബക്കറ്റ് ബിരിയാണി എക്സ്പോർട്ട് ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്ന് ഫുഡ് കഴിക്കണം. നിങ്ങൾ എന്തായാലും വന്ന് കഴിക്കണം. അത്രയും നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പാർസൽ മേടിച്ചിട്ടുണ്ട്. നീയും വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പാർസൽ മേടിച്ചിട്ടുണ്ട്. നല്ല പൊരിച്ച കോഴിയും പൊറോട്ടയും ഷവർമകളും. നാടിൻ മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും മുന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്ന തുമ്പുറ്റുമില്ല ഇരുട്ടിൽ സെറ്റി വാടും രാജാവുക്ക് എല്ലാവരും സുല്ല ഇവനെ കുറുവാനായും ജനത്തിരക്ക് കാലം നടത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണ